ലേൺ ഫ്രീക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കോബാക്ടീരിയത്തിനെ പറ്റിയിട്ടാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഫസ്റ്റ് മൈക്കോബാക്ടീരിയയെ പറ്റി ജനറലി ഉള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ മൈക്കോബാക്ടീരിയ എന്ന് പറയുന്നത് സ്ലെൻഡർ ബാസിലയാണ്. മൈസസ് ഈ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫംഗസ് എന്നാണ്. അപ്പം ഈ മൈക്കോബാക്ടീരിയയെ സ്റ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഗ്രാം പോസിറ്റീവ് ബാസില ആണെങ്കിലും ഗ്രാം സ്റ്റെയിൻ ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ടാണ്. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഡീകളറൈസ് ചെയ്യുമ്പോൾ, അതായത് ഡയലൂട്ട് മിനറൽ ആസിഡ്സ് വെച്ചിട്ടുള്ള ഡീകളറൈസേഷനൊക്കെ തന്നെ ഇത് റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ആസിഡ് ഫാസ്റ്റ് ബാസിലെ അല്ലെങ്കിൽ AFB എന്ന് പറയും. അതുകൂടാതെ ഇത് നോൺ മോട്ടൈൽ ആണ്, നോൺ ക്യാപ്സുലേറ്റഡ് ആണ്, നോൺ സ്പോറിംഗ് ആണ്, എയറോബിക് ആണ്. ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ജനറലി സ്ലോ ആണ്. അതുകൂടാതെ ഈ മൈക്കോബാക്ടീരിയ എന്ന് പറയുന്ന ജീനസിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഉണ്ട്, ഓപ്പർച്യൂണിസ്റ്റിക് പെത്തോജൻസ് ഉണ്ട്, അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് മൈക്കോബാക്ടീരിയ ഉണ്ട്. ഹാൻസൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1868 ഈ ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ, അതായത് മൈക്കോബാക്ടീരിയ എന്ന് പറയുന്ന ജീനസിലെ ഫസ്റ്റ് മെമ്പറെ ഡിസ്കവർ ചെയ്തത്. അതാണ് lepra bacillus. 1882 റോബർട്ട് കോച്ച് ആണ് മമ്മേലിയൻ ട്യൂബർക്കിൾ ബാസിലസിനെ ഐസൊലേറ്റ് ചെയ്തത്. 1895 ജോൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് മൈക്കോബാക്ടീരിയം പാരാട്യൂബർക്ലോസിസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തു. അതുകൊണ്ട് തന്നെ മൈക്കോബാക്ടീരിയം പാരാട്യൂബർക്ലോസിസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജോൺസ് ബാസിലസ്. പിന്നെ ഇത് മെയിനായിട്ട് കോസ് ചെയ്യുന്നത് ഈ മൈക്കോബാക്ടീരിയം പാരാട്യൂബർക്ലോസിസ് കാറ്റിൽ ക്രോണിക് എൻട്രൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സോഴ്സസ് സാപ്രോഫൈറ്റിക് മൈക്കോബാക്ടീരിയം ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബട്ടർ എന്ന് മൈക്കോബാക്ടീരിയം ബ്യൂട്ടറിക്കം, ഗ്രാസ് എന്ന് മൈക്കോബാക്ടീരിയം ഫ്ലീ, ഇതൊക്കെയാണ് നമ്പർ ഓഫ് സോഴ്സസ് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സാപ്രോഫൈറ്റിക് മൈക്കോബാക്ടീരിയ. അതുകൂടാതെ ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്കോബാക്ടീരിയ ഉണ്ട്, അതായത് ഹ്യൂമൻ അല്ലെങ്കിൽ ബോവൈൻ ട്യൂബർക്കിൾ ബാസിലെന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത്. അത് ഒക്കേഷണലി ഹ്യൂമൻ സോഴ്സസ് എന്നാണ് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് പറയുന്ന പേരാണ് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ അല്ലെങ്കിൽ എനോണിമസ് ഓർ അൺക്ലാസിഫൈഡ് മൈക്കോബാക്ടീരിയ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൂടുതലായിട്ടും സോയിൽ, വാട്ടർ ഇങ്ങനെയുള്ള സോഴ്സസ് ഒക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഓപ്പർച്യൂണിസ്റ്റിക്കും ആണ്. മെയിനായിട്ടും 7 സ്പീഷീസ് ആണ് മമ്മേലിയൻ ട്യൂബർക്ലോസിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. പിന്നുള്ളത് മൈക്കോബാക്ടീരിയം ബോവിസ്, അടുത്തത് മൈക്കോബാക്ടീരിയം മൈക്രോട്ടി, നെക്സ്റ്റ് മൈക്കോബാക്ടീരിയം ആഫ്രിക്കാനം. ഈ ആഫ്രിക്കാനം എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനും മൈക്കോബാക്ടീരിയം ബോവിസിൻ്റെയും ഇന്റർമീഡിയറ്റ് ഫോമാണ്. അടുത്തത് മൈക്കോബാക്ടീരിയം കാപ്രെ, നെക്സ്റ്റ് മൈക്കോബാക്ടീരിയം കെനാറ്റി, ലാസ്റ്റത്തത് മൈക്കോബാക്ടീരിയം പിന്നിപ്പീഡി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹ്യൂമൻ ട്യൂബർക്കിൾ ബാസിലായിട്ടുള്ള മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് തന്നെ അതിൻ്റെ മോർഫോളജി നോക്കാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സ്ലെൻഡർ ആണ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി കേർവ്ഡ് ആയിട്ടുള്ള ബാസിലസ് ആണ്. പിന്നെ ഇതിൻ്റെ എൻഡ്സ് എന്ന് പറയുന്നത് റൗണ്ടഡ് ആയിരിക്കും. ഇത് കാണുന്നതെന്ന് പറയുന്നത് സിംഗിളായിട്ട് കാണാം, പേഴ്സ് ആയിട്ട് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ സ്മോൾ ക്ലംസ് ആയിട്ടും കാണാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആസിഡ് ഫാസ്റ്റ്. അതുകൂടാതെ ഇത് നോൺ മോട്ടൈൽ ആണ്, നോൺ ക്യാപ്സുലേറ്റഡ് ആണ്, നോൺ സ്പോറിംഗ് ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിൻ്റെ ആ ഒരു മോർഫോളജി സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു സ്റ്റെയിനിങ് മെത്തേഡാണ് സീൽ-നീൽസൺ സ്റ്റെയിനിങ്. സീൽ-നീൽസൺ കൂടാതെ ട്യൂബർക്കിൾ ബാസിലെ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റു മെത്തേഡ്സ് ആണ് ഫ്ലൂറസെന്റ് ഡൈസ് നമുക്ക് യൂസ് ചെയ്യാം. ഒറമിൻ O അല്ലെങ്കിൽ റോഡമൈൻ ഇങ്ങനെയുള്ള ഫ്ലൂറസെന്റ് ഡൈസ് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യാം. അതുകൂടാതെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആണ്. പക്ഷേ ഗ്രാം സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഡൈക്ക് സെൽ വോള് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത്. ഇതുകൂടാതെ അനദർ മെത്തേഡ് ഉണ്ട്, അതാണ് കിനിയോൺസ് മെത്തേഡ് ഓഫ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള സീൽ-നീൽസൺ സ്റ്റെയിനിങ്ങിന് സിമിലർ ആണെന്നുണ്ടെങ്കിലും ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഹീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ സീൽ-നീൽസൺ ചെയ്യുമ്പോൾ ഹീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ കിനിയോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കോൾഡ് സ്റ്റെയിനിങ് മെത്തേഡാണ്. കാരണം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാർബൺ ഫ്യൂഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഹയർ കോൺസെൻട്രേഷൻ ഫീനോൾ, സീൽ-നീൽസിനെ വെച്ച് നോക്കുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ഫീനോൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സീൽ-നീൽസൺ ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഫ്ലൂറസെന്റ് ഡൈസ് യൂസ് ചെയ്യാം. പിന്നെ കോൾഡ് സ്റ്റെയിനിങ് മെത്തേഡ്, ട്യൂബർക്കിൾ ബാസിലെ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോൾഡ് സ്റ്റെയിനിങ് മെത്തേഡാണ് കിനിയോൺസ് മോഡിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കിനിയോൺസ് മെത്തേഡിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് എന്താ, നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൂടാതെ
ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഫീനോൾ, കൺവെൻഷണൽ സീൽ നീൽസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഫീനോൾ ആണ് നമ്മൾ കിനിയോൺസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൾച്ചർ. അപ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഒബ്ലിഗേറ്റ് എയറോബ് ആണ്. പക്ഷെ ബോവിസ് എന്ന് പറയുന്നത് മൈക്രോ എയറോഫിലിക് ആണ് പ്രൈമറി ഐസൊലേഷനിൽ. പക്ഷെ അത് നമ്മൾ സബ് കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും അത് എയറോബിക് ആയിട്ട് മാറും. പിന്നെ മൈക്കോബാക്ടീരിയത്തിൻ്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് 14 to 15 hours ആണ്. സ്ലോ ആയിട്ട് ഇത് ഗ്രോ ചെയ്യുള്ളൂ. കോളനി അപ്പിയർ ചെയ്യാൻ തന്നെ ഒരു 2 weeks എടുക്കും. അപ്പോൾ മൈക്കോബാക്ടീരിയത്തിന് ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 degrees Celsius ആണ്. അതുപോലെ തന്നെ ട്യൂബർക്കിൾ ബാസില എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് എൻറിച്ച്ഡ് മീഡിയയിൽ ഗ്രോ ചെയ്യുകയും ചെയ്യും. മൈക്കോബാക്ടീരിയത്തിനെ ഗ്രോ ചെയ്യിക്കാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയയാണ് ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം, ഷോർട്ടായിട്ട് പറയുന്നതാണ് LJ മീഡിയം. അപ്പം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ബീറ്റൻ എഗ്സ്, പിന്നെ എസ്പെരാജിൻ, മിനറൽ സോൾട്സ്, മാലക്കൈറ്റ് ഗ്രീൻ, ഗ്ലിസറോൾ ഓർ സോഡിയം പൈറുവേറ്റ്. അപ്പം ഈ ഒരു മീഡിയം നമ്മൾ സോൾഡിഫൈ ചെയ്യുന്നത് ഇൻസ്പിസേഷൻ വഴിയാണ്. LJ മീഡിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഠിക്കുന്ന മീഡിയമൊക്കെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അഗാറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ LJ മീഡിയം എന്ന് പറയുന്നത് അഗാർ ആഡ് ചെയ്യാതെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് LJ മീഡിയം. ഇനി നമ്മൾ ഈ പറഞ്ഞ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബീറ്റൻ എഗ്സ് ആണ്. അപ്പോൾ എഗ്ഗാണ് ഇവിടുത്തെ സോൾഡിഫൈങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മാലക്കൈറ്റ് ഗ്രീൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയ അല്ലാതെയുള്ള ഓർഗാനിസം ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മൈക്കോബാക്ടീരിയത്തിനെ ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയും അതുകൂടാതെ ആ മീഡിയത്തിന് കളർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് മാലക്കൈറ്റ് ഗ്രീൻ്റെ ഫംഗ്ഷൻ. പിന്നെ ഗ്ലിസറോൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ ടൈപ്പ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിൻ്റെ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യും. സോഡിയം പൈറുവേറ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യും. അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിൻ്റെ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യും, ബോവിസിൻ്റെ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യും. പിന്നെ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിൻ്റെ കോളനീസിനെ പൊതുവെ നമ്മൾ പറയുന്നത് റഫ് ടഫ് ബഫ് കോളനീസ് എന്നാണ്. അതൊന്ന് ഷോർട്ടായിട്ട് പറയുന്നത്. ശരിക്കും കോളനി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡ്രൈ ആണ്, റഫ് ആണ്, ബഫ് കളേർഡ് ആണ്. അതാണ് റഫ് ടഫ് ബഫ് എന്ന് പറയുന്നത്. അതുകൂടാതെ റേസ്ഡ് ആണ്, പിന്നെ റിങ്കിൾഡ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും അതിനുള്ളത്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിൻ്റെ കോളനീസ് എന്ന് പറയുന്നത് വേഗം ഇമൾസിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ടീനേഷ്യസ് ആണ്. ടീനേഷ്യസ് എന്ന് പറഞ്ഞാൽ ഹാർഡാണ്. പക്ഷേ മൈക്കോബാക്ടീരിയ ബോവിസിൻ്റെ കോളനീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ഫ്ലാറ്റ് ആണ്, സ്മൂത്ത് ആണ്, മോയിസ്റ്റ് ആൻഡ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് വേഗം ബ്രേക്ക് ആവുകയും ചെയ്യും. ഇനി നമുക്ക് നോക്കേണ്ട രണ്ട് ടേംസ് ആണ് യൂഗോണിക് ഗ്രോത്തും ഡിസ്ഗോണിക് ഗ്രോത്തും. അപ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണെന്നുണ്ടെങ്കിൽ ലക്ഷൂറിയൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് തരുന്നത്. അതിനെയാണ് യൂഗോണിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ മൈക്കോബാക്ടീരിയ ബോവിസ് ആണെന്നുണ്ടെങ്കിൽ സ്പാർസ്ലി ഗ്രോ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഡിസ്ഗോണിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടേംസ് ഓർക്കുക, യൂഗോണിക് ഗ്രോത്തും ഡിസ്ഗോണിക് ഗ്രോത്തും. ഇനി നമ്മൾ LJ മീഡിയമാണ് ഇത്രയും നേരം പറഞ്ഞത്. LJ മീഡിയത്തിന് കൂടാതെ മൈക്കോബാക്ടീരിയ ഗ്രോ ചെയ്യാൻ നമുക്ക് വേരിയസ് അതർ മീഡിയാസ് യൂസ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മൈക്കോബാക്ടീരിയ ഗ്രോ ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന എഗ് ബേസ്ഡ് മീഡിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതാണ് ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം, LJ മീഡിയം. അടുത്തത് പെട്രാഗ്നാനി മീഡിയം. മൂന്നാമത്തത് ഡോർസെറ്റ് എഗ് മീഡിയം. അപ്പോൾ ഈ 3 മീഡിയയാണ് മൈക്കോബാക്ടീരിയ ഗ്രോ ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന എഗ് ബേസ്ഡ് മീഡിയം. ഇനിയുള്ളത് അഗാർ ബേസ്ഡ് മീഡിയ. അത് രണ്ടെണ്ണാണുള്ളത്, മിഡിൽ ബ്രൂക്ക് 7H10 ആൻഡ് മിഡിൽ ബ്രൂക്ക് 7H11. ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് മീഡിയയാണ് ഒന്ന് മിഡിൽ ബ്രൂക്ക് 7H9, അടുത്തത് ഡ്യൂബോസ് മീഡിയം. അടുത്തതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ മൈക്കോബാക്ടീരിയ കില്ല് ചെയ്യുന്ന ടെമ്പറേച്ചർ, അതായത് 60 ഡിഗ്രിയിൽ 15 to 20 minutes നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ UV റേസിനും സൺലൈറ്റിനും ഒക്കെ തന്നെ മൈക്കോബാക്ടീരിയ സെൻസിറ്റീവ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് സ്പ്യൂട്ടത്തിൽ 20 to 30 hours വരെ അതെന്തായിരിക്കും, അലൈവ് ആയിരിക്കും. അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയിലാണെന്നുണ്ടെങ്കിൽ 8 to 10 days വരെ വയബിൾ ആയിരിക്കും. ഇപ്പോൾ കൾച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 to 8 months വരെ റൂം ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ അത് വയബിൾ ആയിരിക്കും. അടുത്തത് മൈക്കോബാക്ടീരിയയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റത്തതാണ് നിയാസിൻ ടെസ്റ്റ്. ഇപ്പം നിയാസിൻ എന്ന് പറയുന്നത് എല്ലാ മൈക്കോബാക്ടീരിയയും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെറ്റബോളിക് ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സ്പീഷീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രീ നിയാസിൻ റൈബോ ന്യൂക്ലിയോറ്റൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എൻസൈം ആ സ്പീഷീസിലൊക്കെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിൽ ഈ ഫ്രീ നിയാസിൻ റൈബോ ന്യൂക്ലിയോറ്റൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എൻസൈം ഉണ്ടായിരിക്കില്ല. അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിക്കും,
നിയാസിൻ കൾച്ചർ മീഡിയയിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ കൾച്ചർ മീഡിയ നമ്മൾ ബാക്ടീരിയ സസ്പെൻഷൻ ഉണ്ടല്ലോ അതിലേക്ക് 10% സയനജൻ ബ്രോമൈഡും 4% അനിലിൻ ഇൻ 96% എത്തനോ അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക സസ്പെൻഷനിലേക്ക്. അപ്പോൾ ഹ്യൂമൻ ട്യൂബർക്കിൾ ബാസിലി ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തരും, അതായത് ഒരു കാനറി യെല്ലോ കളർ ഫോം ചെയ്യും. ബൊവൈൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് എറൈൽ സൾഫറ്റേസ് ടെസ്റ്റ്. അപ്പോൾ എറൈൽ സൾഫറ്റേസ് എന്ന് പറയുന്നത് സെർട്ടൈൻ എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈക്കോബാക്ടീരിയയെ 0.001 മോളാർ ട്രൈപ്പൊട്ടാസ്യം ഫിനോഫ്തലിൻ ഡൈ സൾഫേറ്റ് ഉള്ള മീഡിയയിൽ ഗ്രോ ചെയ്യിക്കുക. അപ്പം എറൈൽ സൾഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള മൈക്കോബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിനെ ഗ്രോ ചെയ്യിക്കുന്ന മീഡിയയിൽ എന്തുണ്ട്, ട്രൈപ്പൊട്ടാസ്യം ഫിനോഫ്തലിൻ ഡൈ സൾഫേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ എറൈൽ സൾഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ട്രൈപ്പൊട്ടാസ്യം ഫിനോഫ്തലിൻ ഡൈ സൾഫേറ്റിന് ഫ്രീ ഫിനോഫ്തലിനെ ലിബറേറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഈ ഫ്രീ ഫിനോഫ്തലിൻ ലിബറേറ്റ് ചെയ്തത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് 2 നോർമൽ NaOH ഡ്രോപ്പ് വൈസ് ആയിട്ട് ഈ കൾച്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ എറൈൽ സൾഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിങ്ക് കളർ ഫോം ചെയ്യും. അപ്പോൾ എറൈൽ എറൈൽ സൾഫറ്റേസ് എന്ന് പറയുന്ന ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ളത് സെർട്ടൻ എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയക്കാണ്. അടുത്ത ടെസ്റ്റ് ആണ് ന്യൂട്രൽ റെഡ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ട്യൂബർക്കിൾ ബാസിലയുടെ വിർലന്റ് സ്ട്രെയിനിന് ന്യൂട്രൽ റെഡിനെ ബൈൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എവിർലന്റ് സ്ട്രെയിൻസിനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസും മൈക്കോബാക്ടീരിയം ബോവിസും അല്ലാതെ ന്യൂട്രൽ റെഡ് ടെസ്റ്റ് പോസിറ്റീവ് തരുന്ന വേറെ 2 സ്പീഷീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം AVM, അടുത്തത് മൈക്കോബാക്ടീരിയം അൾസറൻസ്. അടുത്ത ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് കാറ്റലൈസ് പെറോക്സിഡേസ് ടെസ്റ്റ്. ഇവിടെ നമുക്ക് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയയും ട്യൂബർക്കിൾ ബാസിലിയും തമ്മിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതലും എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ എന്ന് പറയുന്നത് കാറ്റലൈസ് സ്ട്രോങ് ആയിട്ട് പോസിറ്റീവ് തരും, പെറോക്സിഡേസ് നെഗറ്റീവും ആണ്. പക്ഷെ ട്യൂബർക്കിൾ ബാസിലെ, അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസും മൈക്കോബാക്ടീരിയം ബോവിസും, ഇതാണ് ട്യൂബർക്കിൾ ബാസിൽ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. കാറ്റലൈസ് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടായിരിക്കും പോസിറ്റീവ് തരിക, പെറോക്സിഡേസ് ആണ് പോസിറ്റീവ്. സ്ട്രോങ് പോസിറ്റീവ് എന്ന് പറയുന്നത് പെറോക്സിഡേസ് ആണ്. അപ്പോൾ നമുക്കിതിനെ ഡിറ്റക്ട് ചെയ്യണം, കാറ്റലൈസ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ കാറ്റലൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയം, പെറോക്സിഡേസ് ആണെന്നുണ്ടെങ്കിൽ ട്യൂബർക്കിൾ ബാസിലായിരിക്കും. അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈക്വൽ വോളിയം, അതായത് 30% H2O2 എടുക്കണം. അത് എത്രത്തോളം എടുത്തിട്ടുണ്ട് ആ വോളിയം തന്നെ 0.2% കാറ്റ്കോളിൻ ഡിസ്റ്റിൽഡ് വാട്ടർ, അത് രണ്ടും ഈക്വൽ വോളിയം എടുത്തിട്ട് ഇതിൻ്റെ ആ മിക്സ്ചറിന് നമ്മൾ എങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, 5 ml ടെസ്റ്റ് കൾച്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ കാറ്റലൈസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ സാധാരണ നമ്മൾ കാറ്റലൈസ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ അവിടെ എഫർവെസൻസ് ഉണ്ടാവും, ബബിൾസ് ഉണ്ടാവും. ഇപ്പോൾ പെറോക്സിഡേസ് ആണെന്നുണ്ടെങ്കിൽ ബ്രൗണിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ പെറോക്സിഡേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസോ അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ബോവിസോ ആയിരിക്കാം. പക്ഷെ പെറോക്സിഡേസ് അല്ല, കാറ്റലൈസ് സ്ട്രോങ് ആയിട്ട് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ ആയിരിക്കും. അടുത്ത ടെസ്റ്റാണ് എമിഡേസ് ടെസ്റ്റ്. അപ്പോൾ എമിഡേസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. കാരണം എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയയ്ക്ക് എമൈഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എമൈഡ്സ് എന്ന് പറയുന്നത് അസറ്റമൈഡ്, ബെൻസമൈഡ്, കാർബമൈഡ്, നിക്കോട്ടിനമൈഡ് ആൻഡ് പൈറാസിനമൈഡ്. അപ്പോൾ നമുക്ക് എമൈഡ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അതായത് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ബാക്ടീരിയൽ സസ്പെൻഷനിലേക്ക് 0.00165 മോളാർ സൊല്യൂഷൻ ഓഫ് അമൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ടിനെ നമുക്ക് ഈ ഒരു മിക്സ്ചറിനെ എന്ത് ചെയ്യുക, 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുക. ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 0.1 ml മാംഗനീസ് സൾഫേറ്റ് ടെട്രാഹൈഡ്രേറ്റും 1 ml ഫീനോൾ സൊല്യൂഷനും 0.5 ml ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനും ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്യൂബ്സിനെ നമ്മൾ ബോയിലിംഗ് വാട്ടർ ബാത്തിലോട്ട് വെക്കുക 20 മിനിറ്റ്സ്. അത് കഴിയുമ്പോഴത്തേക്കും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ അവിടെ എമൈഡ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലൂ കളർ ഫോം ചെയ്യും. അടുത്ത ബയോകെമിക്കൽ ടെസ്റ്റ് ആണ് നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നൈട്രേറ്റ് റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം അവിടെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പം നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് പോസിറ്റീവ് തരും, ബോവിസ് നെഗറ്റീവ് ആയിരിക്കും.
അതുകൂടാതെ ട്യൂബർക്ലോസിസിനെ കൂടാതെ നമുക്ക് പോസിറ്റീവ് റിയാക്ഷൻ തരുന്ന മറ്റു മൈക്കോബാക്ടീരിയ ആണ്. ഒന്ന് മൈക്കോബാക്ടീരിയം കാൻസാസി, മൈക്കോബാക്ടീരിയം ഫോർട്യൂറ്റം ആൻഡ് മൈക്കോബാക്ടീരിയം ചിലോണി. ഇത്രയാണ് നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് പോസിറ്റീവ് തരുന്ന ട്യൂബർക്ലോസിസ് അല്ലാത്ത മൈക്കോബാക്ടീരിയയുടെ സ്പീഷീസ്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പിങ്ക് കളറായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്രയാണ് ബയോകെമിക്കൽ റിയാക്ഷൻസ് വരെയുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ആൻറ്റിജനിക് സ്ട്രക്ചർ, അതുപോലെ തന്നെ പെത്തോജനസിസ്, ലാബ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻഷൻ നോക്കാം.